യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഓരോ യാത്രയും എനിക്ക് പുതുമ നിറഞ്ഞതാണ്. ഇന്ന് ഈ യാത്ര പർവ്വതങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ഡിണ്ടിഗുൽ ജില്ലയിലെ ഒരു മനോഹരമായ മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ്. വെൽക്കം ടു വിക്രൂസ് ടെക്. I am your Vishnu Vikraman. This is our ride from Coimbatore to Kodaikanal, day 1. ഒരു യാത്രയുടെ സൗന്ദര്യം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രമല്ല, അവിടേക്കുള്ള വഴികളിലുമാണ്. എൻ്റെ ഈ ട്രിപ്പ് രാവിലെ 3 മണിക്ക് കോയമ്പത്തൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ ട്രയംഫ് ബൈക്കിലാണ് ഈ ട്രിപ്പ് പോകുന്നത്. ഇപ്രാവശ്യം വിനീത് അല്ല എൻ്റെ കൂടെയുള്ളത്, പകരം കാർത്തിക്കാണ്. അതിസുന്ദരമായ റോഡുകളാണ് നമ്മുടെ ഈ കോയമ്പത്തൂരുള്ളത്. എൻ്റെ ചാനലിൻ്റെ പേര് എങ്ങനെ പറയണമെന്ന് അറിയാതെയാണ് ഇവർ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ്. പളനി റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ട്രാഫിക് സാക്ഷരത വളരെ കുറവായതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോകണം. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടേണൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് പണി കണ്ടു. ഞങ്ങൾ വിചാരിച്ച് ഇന്നത്തെ ഈ റൈഡ് കുളമായെന്ന് തന്നെയാണ്. ബിക്കോസ് രാജീവ് സജസ്റ്റ് ചെയ്ത ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് രാജീവിനെ ചീത്ത പറയാം എന്ന് വിചാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ വന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല അതിസുന്ദരമായ റോഡ് കിട്ടി. ഞങ്ങളുടെ സ്പീഡും ഞങ്ങൾ കയറ്റി വിട്ടു. ട്രയംഫ് ബൈക്കിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഈ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയത്. ഇവിടെ അലൗഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് ലിമിറ്റാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ഇൻ്റർസെക്ഷൻ കണ്ടു. മേളിലൂടെ നല്ലൊരു സൂപ്പർ ഹൈവേ പോകുന്നുണ്ട്. പക്ഷേ അത് ഏത് ഹൈവേ ആണെന്ന് മനസ്സിലായില്ല. നമുക്ക് പോകേണ്ടത് നേരെയാണ്. ആ ഇൻ്റർസെക്ഷൻ്റെ അടിയിലൂടെ, അതായത് ആ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ തന്നെയാണ് നമുക്ക് നേരെ പോകേണ്ടത്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. അതിലൊന്നാണ് നിങ്ങളെ കാണുന്നത്. തമിഴ്നാടിൻ്റെ സൗന്ദര്യം വിളിച്ചുണർത്തുന്ന മലനിരകളുടെ ഇടയിലൂടെയാണ് ഞങ്ങൾ ഈ ടാറിട്ട റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് തിരിയാനുള്ള സ്ഥലമായി. ഇവിടുന്ന് റൈറ്റ് എടുത്താൽ പളനി ക്ഷേത്രവും ലെഫ്റ്റ് എടുത്ത് 64 കിലോമീറ്റർ പോയാൽ കൊടൈക്കനാലും എത്തും. നേരെ പോയാൽ പൊള്ളാച്ചി ഉദുമൽപേട്ട റൂട്ടുമാണ്. അങ്ങനെ ഞങ്ങൾ റൈറ്റ് എടുത്ത് കുറച്ചു ദൂരം വന്നപ്പോൾ പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കംസ് യു എന്നൊരു ബോർഡ് ഞങ്ങൾ കണ്ടു. ഇവിടെ നിന്നാണ് നമ്മുടെ കൊടൈക്കനാൽ ആരംഭിക്കുന്നത്. ഇനി നമുക്ക് കൊടൈക്കനാലിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിഞ്ഞാലോ. തമിഴ്നാട് ദിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനാൽ. പശ്ചിമഘട്ടത്തിൽ നിന്ന് വേർപെട്ട് പളനിമലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ്. ടൂറിസമാണ് ഈ പ്രദേശത്തെ ശ്രദ്ധാകേന്ദ്രമാണ്. പ്രദേശവാസികളുടെ പ്രധാന വരുമാന മാർഗവും ഇതുതന്നെയാണ്. പ്രകൃതി രമണീയമായ മലകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പ്രദേശം. മുനിസിപ്പൽ ഭരണമാണ് ഇവിടെ നിലവിലുള്ളത്. നീലക്കുറിഞ്ഞി പൂക്കുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കൊടൈ. ഈ പേരിന് പിന്നിൽ ഒരു ചരിത്രവുമുണ്ട്. എപ്പോഴും കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ കോടൈ കാണൽ എന്ന തമിഴ് വാക്കുകൾ ചേർന്നാണ് കൊടൈക്കനാൽ ഉണ്ടായതെന്ന് ചിലർ വാദിക്കുന്നു. എന്നാൽ കാടിൻ്റെ സമ്മാനം എന്നർത്ഥമുള്ള തമിഴ് പദങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത് എന്നും ചിലർ വാദിക്കുന്നുണ്ട്. വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ അവിടെ നിൽക്കാം. ഞങ്ങൾ ഈ മരങ്ങളുടെ തണലിൻ്റെയും മനോഹാരിത ആസ്വദിച്ച് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹിൽസ് കയറി തുടങ്ങി. ട്രയംഫ് ബൈക്കിൻ്റെ നല്ല ലോ ആൻഡ് ടോർക്ക് ആയതുകൊണ്ട് 4th ഗിയറിലും 5th ഗിയറിലും ഒക്കെ നല്ല സൂപ്പർ ടോർക്കാണ് ഈ വണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നല്ല കോർണേഴ്സ് വളരെ സേഫായിട്ടാണ് ഞങ്ങൾ എടുത്തു പോയത്. ഈ കൊടൈക്കനാൽ റൈഡ് ഞങ്ങൾ 2 ഭാഗമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിനൊരു റീസൺ ഉണ്ട്. കാരണം ഞങ്ങൾ ഈ റൈഡ് ഇന്നത്തെ ഡേ 1 ഞങ്ങൾ ഫുൾ റൈഡാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളൊരു അക്കോമഡേഷനിൽ പോകുന്നതും അവിടെ നിന്നുള്ള ട്രെക്കിങ്ങും പിന്നെ വെള്ളച്ചാട്ടം പോകുന്നതും അതിലോട്ടെല്ലാം ഞങ്ങൾ ഡേ 2 വരുന്നത്. ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് റൈഡ് ഞങ്ങൾ എങ്ങനെ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്.
അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി എങ്കിൽ ഞങ്ങൾക്കൊന്ന് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് ഒക്കെ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്ന് വളച്ചെടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ സ്പേസ് ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ മലനിരകളിലൊക്കെ പോകുമ്പോൾ വളരെ സേഫായിട്ട്, ബിക്കോസ് ഈ പറയുന്ന കോർണേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടികളൊക്കെ കയറി വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞങ്ങളിതാ ഇവിടെ കുറച്ച് സ്പേസ് കിട്ടിയതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നു. അങ്ങനെ കാർത്തേക്ക് ചാടി ഇറങ്ങി നല്ലൊരു മലയുടെ വ്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞങ്ങളിവിടെ വണ്ടി ഒതുക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ എൻ്റെ പല വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് എടുത്ത വീഡിയോസാണ്, ബൈക്കിൻ്റെ കോർണറിങ് വീഡിയോസ് എല്ലാം എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇനി ഞങ്ങളുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിക്കും. അങ്ങനെ ഞങ്ങളുടെ റൈഡ് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ചായക്കട തപ്പി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൈൻ മരങ്ങളും കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ശരിയെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾക്ക് ചായ കുടിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ രാജീവിനോട് ചോദിക്കുന്നുണ്ട്, അത് നടു റോഡിൽ നിന്ന് ചോദിക്കുന്നു എന്നുള്ളൊരിതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, രാജീവ് ഞങ്ങൾക്ക് ഇവിടുന്ന് ചായ കുടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇല്ല വേണ്ട, അവന് ഫുഡും കൂടി കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ തരത്തിലുള്ള ഏതെങ്കിലും ചായക്കട ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് നിർത്താം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും റൈഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ നടുക്ക് നിന്ന് തെറിയേക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രാജീവ് പറഞ്ഞ സ്പോട്ടിലെത്തി, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലായിട്ടെത്തി. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. ലൈറ്റായിട്ടാണ് കഴിച്ചത്. കുറച്ച് കോണും അതുപോലെ തന്നെ പൈനാപ്പിളും മാംഗോയും പിന്നെ ഒരു ലെമൺ ജ്യൂസൊക്കെയാണ് കഴിച്ചതിൽ മെജോറിറ്റിയും അവരാണ് കഴിച്ചത്. ഓക്കെ, അപ്പം ഞാൻ ലൈറ്റായിട്ടാണ് കഴിച്ചത്. എനിക്ക് ചെറിയൊരു ഭയമുണ്ട്, പൈനാപ്പിളൊന്നും അത്ര പോരായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജീവും സൂര്യയും ഫ്രണ്ടിൽ പോകുന്നു, ഞങ്ങൾ ബാക്കിൽ. അവരുടെ വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞ് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർത്തിക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഗോപ്രോയിലാണ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ റൈഡ് പോകുമ്പോൾ ഞാനായിരിക്കും അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം രാജീവാണ് ബുക്ക് ചെയ്തത്. സോ അക്കോമഡേഷൻ നല്ലൊരു സൂപ്പർ അക്കോമഡേഷനാണ്. ഫോട്ടോ ഒക്കെ കണ്ട നല്ല അമേസിങ് അക്കോമഡേഷനിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ റോഡൊക്കെ അവസാനിച്ചു. അക്കോമഡേഷൻ കുറച്ച് ഓഫ് റോഡൊക്കെ കയറി വേണം ഞങ്ങൾ പോകാനായിട്ട്. ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ ഓഫ് റോഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓഫ് റോഡ് എന്ന് പ്രോപ്പർ ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഇംപ്രോപ്പർ റോഡാണ്. ടാർഡ് റോഡായിരുന്നു, പക്ഷെ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ട് കാലം കുറേയായി. അതുപോലത്തെ ഒരു സെറ്റപ്പിലാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രാജീവും സൂര്യയും പുറകിലുണ്ട്, ഞങ്ങൾ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓഫ് റോഡിൽ നമ്മൾ കിങ് ആണല്ലോ. ഓഫ് റോഡ് എന്നല്ല, ഒരു ഇംപ്രോപ്പർ റോഡിൽ ട്രയംഫ് അടിപൊളിയാണ്, സൂപ്പറായിട്ട് പോകാൻ പറ്റും. അതും ഞാൻ ഈ പോകുന്നത് ഒരാളെ ബാക്കിലും ഇരുത്തിക്കൊണ്ടാണ്. ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ ABS എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് വണ്ടി ചരിയാതിരുന്നാൽ മതി. വണ്ടി ചരിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി. കാരണം ഈ വണ്ടിക്ക് അപാര വെയിറ്റാണ്. സോ അത് നമുക്ക് താങ്ങാനായിട്ടുള്ള ശക്തിയില്ല. പക്ഷെ സ്റ്റിൽ നല്ല അടിപൊളി സസ്പെൻഷനിലൊക്കെ ഞങ്ങളിങ്ങനെ കുതിച്ച് ചാടിയൊക്കെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഇറങ്ങുന്ന രണ്ട് സൈഡിലും കുന്നാണ്. ഒരു സൈഡിൽ പാടവും മറ്റേ സൈഡിൽ കുന്നും മലയൊക്കെയാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് പോയി. ഞങ്ങളുടെ ഈ അക്കോമഡേഷൻ
കുറച്ച് താഴെയായിട്ടാണ് രാജീവ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് വ്യൂവും അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ റൈഡ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായി. ഞങ്ങളുടെ റൈഡ് കംപ്ലീറ്റ് ആവാറായി. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ ഓഫ് റോഡൊക്കെ കളിച്ച് എത്തിയത് അത്യാവശ്യം സുന്ദരമായ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അക്കോമഡേഷൻ ആണ്. ഈ അക്കോമഡേഷൻ്റെ വിശേഷം നിങ്ങൾ കാണുന്ന ആ ഒരു ഗ്ലാസ് ഒരു കൂപ്പെ പോലത്തെ ഒരു ഏരിയയാണ് നമ്മുടെ അക്കോമഡേഷൻ. ഇത് രാജീവാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവനെ തെറി വിളിക്കാനുള്ള ലൈസൻസ് ആയത് മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഞങ്ങൾ എങ്ങനെയൊക്കെ വണ്ടി ഒതുക്കി സ്റ്റാൻഡൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. നാളെ നമ്മുടെ റൈഡിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി വീഡിയോ ആണ്. നാളെ പ്രോപ്പറായിട്ട് നമ്മൾ റൈഡല്ല കവർ ചെയ്യുന്നത്, ഇവിടുത്തെ ട്രെക്കിങ്ങും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല സൂപ്പർ വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ടുമോറോസ് വീഡിയോ. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക് ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.